ഹലോ നമസ്കാരം, എല്ലാവർക്കും ജസുലോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ കുതിരാനിൽ എടുത്ത ഒരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെയുണ്ട് കുട്ടി. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ തീറ്റകളാണ് നമ്മൾ കൊടുത്തത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് വെറും വയറ്റിലാണ് കേട്ടോ നിൽക്കണേ. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ തൊഴുത്തിലാണ് കൊടുന്ന ഒരു 10 ദിവസം നിർത്തിയത്. അപ്പോൾ ചെറിയൊരു കൈത്തീറ്റ കൊടുത്തിരുന്നു. പിന്നെ കൈത്തീറ്റകളൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പകൽ നമ്മുടെ തണലണച്ച് കെട്ടും, വൈകുന്നേരമാണ് പോത്തിനെ പുല്ലുള്ളോടത്തേക്ക് ഇറക്കി കെട്ടും. അതായത് വെയിൽ കൊള്ളിക്കാൻ നമ്മൾ നിർത്തുന്നില്ല. ചെറിയ കുട്ടികളാണ്, പറ്റ ക്ഷീണം പറ്റും, വീഴാനൊക്കെ സാധ്യതയുണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 6 മണി 6:30 വരെ നമ്മൾ വെയിൽ കൊള്ളിക്കാണ്ട് നിർത്തിയിട്ട് ഉച്ച തിരിഞ്ഞ് നമുക്ക് വെയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കൊണ്ടുപോയി കെട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ല. നമുക്ക് വർക്കിൻ്റെ ഇടയിൽ കൂടെ നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്. ആൾ നല്ല ലുക്കിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അത് നമ്മൾ 175 കിലോ ഉണ്ടായിരുന്ന ഒരു പോത്താണ്. ഇതിപ്പോൾ ഏകദേശം എത്രയും ഉണ്ടാവും ലൈവ് വെയിറ്റ്? എൻ്റെ കണക്ക് പ്രകാരം 200-ൻ്റെ റേഞ്ചിൽ സിമ്പിളായിട്ട് ആയിട്ടുണ്ടാവണം. അപ്പോൾ കൈത്തീറ്റകൾ ഞാൻ കൊടുത്തിരുന്നു. നമ്മൾ തൊഴുത്തിൽ കെട്ടി പുല്ലും വെള്ളമൊക്കെ കൊടുത്തിരുന്ന സമയത്ത് കൈത്തീറ്റ ചെറിയ അളവിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കൈത്തീറ്റകളൊന്നും കൊടുക്കുന്നില്ല. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഴ പെയ്തപ്പോഴൊക്കെ പുല്ല് നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് പുല്ല് ഉണ്ട്, ചെറുതായിട്ട് ഇവർക്ക് കടിച്ച് തിന്നാനുള്ള പുല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഇവരേനെ അവിടെ കൊണ്ടുപോയി കെട്ടി, അവിടെ തന്നെ തണലണച്ച് കെട്ടി, അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി ഒരു മഴയും കൂടി കിട്ടിയാൽ നമ്മുടെ ഭാഗത്തേക്ക് പുല്ലാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൈത്തീറ്റകളൊന്നും ചുരുങ്ങിയതൊരു, എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 5-6 ദിവസം കൈത്തീറ്റ ചെറിയ അളവിൽ തിന്നുണ്ടാവും. അത്ര തന്നെ തിന്നുണ്ടാവുള്ളൂ കേട്ടോ. വേറെ കൈത്തീറ്റകളൊന്നും തിന്നുണ്ടാവില്ല. പക്ഷേ ചെറിയ പോത്തുകൾ, നമ്മൾ എടുത്തിരുന്ന തൂക്കത്തിലുള്ള പോത്തുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു 175 കിലോ, പിന്നെ ഒരു 145 കിലോ, പിന്നെ ഒരു 112 കിലോ, പിന്നെ ഒരു 115 114 കിലോ, അങ്ങനെ 4 എടുത്തിരുന്നത് നമ്മൾ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ കുട്ടിയാണ് ഇവൻ. മറ്റവരൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൈത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റം കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് പോത്തുങ്ങളെ കെട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നമുക്ക് വലിയ പോത്തുകളെ നല്ല രീതിയിൽ ഇപ്പോൾ പുല്ലും വെള്ളം കാണിച്ച് നല്ല രീതിയിൽ നോക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ ശ്രദ്ധിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മാസം കൈത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വളർച്ച കൂടുതൽ കാണിച്ചു തരുന്നു കേട്ടോ. പക്ഷേ ഒരു ക്ഷീണമൊക്കെ മാറി, കേട് മാറി. മൂക്കയർ ഇട്ടുണ്ട് കേട്ടോ. ഞാൻ മൂക്കയർ ശ്രദ്ധിച്ചതൊന്നും നിങ്ങളറിയില്ല. മൂക്കയർ എല്ലാവർക്കും ഇട്ടുണ്ട്. പിന്നെ ഇത് പരിചയമില്ലാത്ത സ്ഥലത്തും, അതുമാത്രമല്ല നമ്മൾ 4 ഒറ്റ തിരിച്ച് ഒരുത്തന്നെ കൊണ്ടുവന്നപ്പോൾ ലേശം വെപ്രാളം കാണിക്കുന്നുണ്ട്. ചെറിയവരൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവനെ നമുക്ക് തോടിൻ്റെ സൈഡിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി ഇടാൻ ധൈര്യമായിട്ട്. പക്ഷേ മറ്റു 3 ആളെയും നമുക്ക് ഇറക്കാൻ ലേശം ധൈര്യക്കുറവുണ്ട്. എന്നിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറാൻ തിണ്ടുള്ള ഭാഗമായതുകൊണ്ട് അവർക്ക് കയറാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. ഇവൻ കയറി ഇറങ്ങുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഒരു ലേശം നിരപ്പായ സ്ഥലമുണ്ട്, അവിടെയാണ് കൊണ്ടുപോയി വെള്ളത്തിൻ്റെ അവിടെ കിട്ടുള്ളൂ. എല്ലാ വെള്ളമുള്ളതിൻ്റെ അവിടെയും കൊണ്ടുപോയി കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരെ കയ്യുമ്മയൊക്കെ കയറി ചുറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെള്ളത്തിൽ വീഴും. അപ്പോൾ വെള്ളം താഴ്ചയുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുതിരാനിൽ നിന്നാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ വളർച്ച എങ്ങനെയുണ്ട് 1 മാസത്തെ? ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് കൈത്തീറ്റകൾ ഇവർക്ക് 4 ആൾക്കും പാടത്തേക്ക് ഇറക്കിയപ്പോൾ നമ്മൾ കഷ്ടി ഒരു 5-10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയിൽ താഴെയാണ് നമ്മൾ തൊഴുത്തിൽ നിർത്തിയാൽ. ഒരാഴ്ച ഫുള്ളായിട്ട് പുല്ലും വെള്ളമൊക്കെ കാണിച്ച് നിർത്തി. പിന്നെ ഒരു 5 ദിവസം നമ്മൾ കൈത്തീറ്റ വെച്ച് കൊടുത്തു. പക്ഷേ പിന്നെ നമ്മൾ മൂക്കയർ ഊത്തി പാടത്തേക്ക് ഇറക്കിയപ്പോൾ നമുക്ക് കൈത്തീറ്റകൾ വെച്ച് കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് കൈത്തീറ്റ വെച്ച് കൊടുത്തിരുന്നു. നിങ്ങൾ ഒരു പൊടിക്കും കൂടി ആക്കണ്ടായിരുന്നു. പക്ഷേ കേടൊക്കെ മാറി, തൂക്കം ഒന്നും കുറഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇവനൊക്കെ കഷ്ടി ഒരു 10-20 കിലോൻ്റെ റേഞ്ചിൽ സിമ്പിളായിട്ട് കയറിയിട്ടുണ്ടാവും. പിന്നെ നല്ല മാതിരി പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുന്നുണ്ട്. പച്ചപ്പുല്ല് നല്ല മാതിരി തിന്നുന്നതുകൊണ്ട് ചെറുതായിട്ട് ചാണം ലൂസായിട്ടാണ് പോകുന്നത്. അത് പിന്നെ അവർ ഓൾറെഡി തന്നെ ശരിയായി വന്നുകൊള്ളും. അപ്പോൾ
ഇപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ എടുക്കുമ്പോൾ ഏകദേശം എനിക്കൊരു 35,000 രൂപയുടെ റേഞ്ച് വന്നിട്ടുണ്ട്, 34,000 മേലെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഒരു 20,000 രൂപയുടെ പോത്തുമ്പോൾ ഒരു 3,000 രൂപ 4,000 രൂപ കൂടുതൽ തന്നെയാണ് ചന്തയിലത്തെ വില വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇങ്ങനത്തെ നമ്മൾ വിചാരിക്കുന്ന മനസ്സിനാണെങ്കിൽ പോത്തുംകുട്ടികളൊക്കെ ചന്തയിൽ വാങ്ങിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും വില കൂടാനും സാധ്യതയുണ്ട്. പക്ഷേ ചന്തയിലെ നോർമൽ വില വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കുട്ടിയുമ്പോൾ ചിലപ്പോൾ 20,000 രൂപയുടെ കുട്ടിയുമ്പോൾ ചിലപ്പോൾ 3,000 4,000 ഒക്കെ കൂടുതലെന്ന് തോന്നാം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചന്തയിൽ നല്ല അസൽ വിലയാണ് കേട്ടോ, നല്ല വിലയാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ ചിലർക്ക് നല്ല രീതിയിൽ വില കുറവിന് ചില സമയത്ത് കിട്ടാം. പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ പോയി 1-2 പ്രാവശ്യം എനിക്ക് അത്ര കണ്ട് മനസ്സുകൊണ്ട് സുഖമായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല നല്ല കുട്ടികൾ കാര്യങ്ങളൊക്കെ വളരെ റയറായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ചന്തേനെ ആശ്രയിക്കാണ്ട് നിന്നത്. നമുക്ക് മനസ്സിനാണെങ്കിൽ കുട്ടികളെ നമുക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല നല്ല വിലയും പറഞ്ഞു. അപ്പോൾ നമ്മൾ കുതിരാനിന്ന് കയറി എടുത്തു. പക്ഷേ ഇതിലിപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം ഞാൻ ഈ ഒരു പോത്തും കുട്ടിക്ക് 35,000 രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുമ്പോൾ ദൈവം സഹായിച്ച് നമ്മൾ വിചാരിച്ചൊരു രീതിയിൽ വളരുകയാണെങ്കിൽ ഒരു പോത്തും കുട്ടിയുമേ 20,000 രൂപയുടെ മേലേക്ക് മറ്റേ സാധാരണ പോത്ത് ചന്തയിലെ പോത്ത് വളർന്നതിനേക്കാൾ വളർച്ച കൂടുതൽ കാണിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ആ പോസൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് കാണിച്ചു തന്നെ. ഇങ്ങനത്തെ ഈ ഒരു പോസിൽ നോർമൽ കുട്ടിയായിട്ട് തോന്നാം, പക്ഷേ പോത്തുംകുട്ടീനെ പിടിച്ചപ്പോൾ കണ്ടോ നല്ല ലുക്കിൽ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ വയറൊട്ടിയിട്ടാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഒന്നും തിന്നിട്ടില്ല. അവൻ്റെ ആ തീറ്റ പരാക്രമം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇവൻ നമ്മുടെ സ്ഥലത്ത് പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നപ്പോൾ ലേശം പരാക്രമം കാണിച്ചു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ലേശം പുല്ലൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല മാതിരി വിശപ്പുന്നുണ്ട് ഇവനെ. ഇപ്പോൾ കഷ്ടി ഞാനൊരു 5:30 6 മണി നേരത്താണ് ഇവനെ വളപ്പിൽ നിന്ന് കയറ്റിയത്, അല്ലെങ്കിൽ പാടത്തുനിന്ന് വളപ്പിയോടെ കൊണ്ട് കയറ്റിയത്. അപ്പോൾ അവന് ശരിക്കും തിന്നാൻ ഇറക്കേണ്ട ഒരു സമയമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അവൻ 6 മണി നമ്മളൊരു സാധാരണഗതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മളൊരു 6:30 7 മണി ആകുമ്പോൾ പുല്ലുള്ള സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുപോയി കെട്ടും. എന്നിട്ടൊരു 8:30 9 മണി ആകുമ്പോൾ വെയിലാകുമ്പോഴേക്കും ചുരുക്കി നമ്മുടെ പറമ്പുകളുടെ സൈഡിൽ അല്ലെങ്കിൽ അതിര് ഭാഗങ്ങളിൽ വെയിൽ കൊള്ളാത്ത ഇടങ്ങളിൽ ചുരുക്കി കെട്ടി പച്ചവെള്ളം കൊടുക്കും. അല്ലെങ്കിൽ പച്ചവെള്ളം നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് എങ്ങനെ സംഘടിപ്പിച്ച് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് വളപ്പിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ പുല്ലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാസം തൊട്ട് ഒരു മാസം നമ്മളിപ്പോൾ ഇങ്ങനെ ന്യൂട്രടിച്ചു. പക്ഷേ നമുക്ക് ചെറിയൊരു കൈതീറ്റ വെച്ച് കൊടുത്താലാണ് നമ്മൾ വിചാരിച്ചൊരു രീതിയിലേക്ക് വളർന്ന് കയറി പോരുള്ളൂ. മറ്റേ ഈ കുട്ടികളൊക്കെ കഷ്ടി ഒരു 10 15 20 കിലോ കയറി എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടികളും ഏകദേശം ഒരു 10 15 കിലോൻ്റെ താഴെയൊക്കെ വളർച്ച കാണിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ കുട്ടികൾ ഇവൻ ലേശാക്കം കൂടുതലാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.